ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 32. ഇന്നത്തെ രാവിലെ തന്നെ അത്യാവശ്യം പാട്ടൊക്കെ പാടി ഡാൻസൊക്കെ കളിച്ചിട്ട് എല്ലാവരും നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. രാവിലെ തന്നെ വൈൽഡ് കാർഡ് എൻട്രി ആയിട്ട് വന്ന 5 പേർക്ക് പണിപ്പുര ടാസ്കിൻ്റെ ഒരു സമയമായിരുന്നു. അപ്പോൾ ആ പണിപ്പുര ടാസ്കിൽ എല്ലാവരും വന്നു, കാര്യങ്ങളൊക്കെ വായിച്ചു. അപ്പോൾ ആ ടാസ്കിൽ ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണിൽ കെട്ടിയിട്ട് കറുത്ത തുണി വെച്ച് കെട്ടിയിട്ട് അതിലുള്ള സാധനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ നെവിൻ, അപ്പം നെവിൻ്റെ സഹായിയായിട്ട് ബെന്നിയെയാണ് നെവിൻ കൂട്ടിയിരുന്നത്. അതായത് ഈ കണ്ണ് കെട്ടിക്കൊടുക്കുകയും ഒരാൾ സഹായിയായിട്ട് വേണം എന്ന് ബിഗ് ബോസ് ആവശ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവർ പണിപ്പുര ടാസ്കിൻ്റെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാവരെയും കണ്ണ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് തന്നെ ആ കണ്ണ് കെട്ടുന്നതിലൂടെ വെച്ചാൽ ഈ കണ്ണ് കെട്ടിയവർ ഈ സാധനങ്ങൾ ഇവരുടെ സാധനങ്ങൾ എടുക്കാൻ വേണ്ടി പാടില്ല എന്നതായിരുന്നു ടാസ്ക്. അത് ക്യാപ്റ്റൻ എന്ന രൂപത്തിൽ കൃത്യമായിട്ട് കണ്ണ് കെട്ടിയിട്ടുണ്ട്. തിരിച്ചു വിട്ട് അവരെ ഇതെടുക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടത്തേണ്ടത്. എന്നാൽ നെവിൻ അതേപോലെ തന്നെ ബെന്നി എന്നിവർ ചെയ്തതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് ഈ സാധനങ്ങൾ എടുക്കുന്ന ആ സ്ഥലത്ത് തന്നെ അവരെ വെച്ചു. അപ്പം അവർക്ക് കൃത്യമായിട്ട് കണ്ണ് കെട്ടിയതായാലും അവർക്ക് കാര്യങ്ങൾ കൃത്യമായിട്ട് നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കൃത്യമായിട്ട് അവർക്ക് സാധനങ്ങൾ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത് വന്ന സമയത്ത് തന്നെ അവർ ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കിയ സമയത്ത് സ്മോളാണ് ഏറ്റവും കൂടുതലുണ്ടായത്. ബോംബ് എന്ന രൂപത്തിൽ സ്മോളാണ് ഏറ്റവും കൂടുതലുണ്ടായത്. അപ്പോൾ ചെറിയ പണി എന്ന രൂപത്തിൽ ബിഗ് ബോസ് അവർ ചെറിയ പണി കൊടുത്തതെന്ന് വെച്ചാൽ അനുമോൾക്കും നെവിനും, ക്യാപ്റ്റനായ നെവിനും അനുമോൾക്കും ഇന്ന് ആംഗ്യ ഭാഷയിൽ മാത്രമേ മറ്റുള്ളവരോട് സംസാരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആംഗ്യം മാത്രമേ കാണിക്കാൻ പാടുള്ളൂ, സംസാരിക്കാൻ പാടില്ല എന്നതായിരുന്നു ആ ഒരു ചെറിയ പണി എന്ന രൂപത്തിൽ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്കറിയാം അനുമോളാണ് ബിഗ് ബോസ് സീസൺ 7 കണ്ടന്റ് അതേപോലെ തന്നെ ഈ ഒരു റേറ്റിംഗ് ഒക്കെ ഉണ്ടാക്കുന്നത് എന്ന് തന്നെയാണ് അനുമോൾ തന്നെ അവകാശപ്പെടുന്നതാണ്. ബിഗ് ബോസ് അനുമോളോട് ആവശ്യപ്പെട്ടു എന്ന് തന്നെയാണ് അനുമോൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കണ്ടന്റ് കൃത്യമായിട്ട് ചെയ്യുന്ന ടീമുകളാണ് ഈ നെവിനായാലും അനുമോളായാലും. ഇവർ രണ്ടാളും ഇന്ന് വർത്തമാനം പറയാത്തിടത്തോളം ഇന്നത്തെ എപ്പിസോഡ് വളരെ ഷോക്കായിട്ട് തന്നെയാണ് പോയത്. പക്ഷേ അനുമോൾ സംബന്ധിച്ചിട്ട് അനുമോളുടെ പാവയെ കുട്ടിയെ കൊണ്ട് സംസാരിക്കാൻ പറ്റിയില്ലെങ്കിലും ഇന്ന് കുറച്ച് കണ്ടൻറ്റൊക്കെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അപ്പാനി ശരത്ത് എന്താ ചെയ്തത്? അപ്പാനി ശരത്തിന് മാറി പോയിട്ട് അപ്പാനി ശരത്തിൻ്റെതായ കാര്യങ്ങൾ ചെയ്യാനേ ഉള്ളൂ. അപ്പാനി ശരത്ത് ഈ എന്ന് വെച്ചാൽ തിരിച്ചു പറയില്ലല്ലോ, അനുമോൾ തിരിച്ചൊന്നും പറയില്ല എന്ന് വെച്ചിട്ട് അനുമോളുടെ അച്ഛനെ വിളിക്കുക, അതുപോലെ തന്നെ അനുമോളുടെ ബാക്കിൽ തന്നെ കൂടിയിട്ട് ഈ പാവക്കുട്ടിയെ തട്ടിയെടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ അനുമോളെ ചൊറിയാൻ പറ്റിയ രീതിയിലെല്ലാം ചൊറിയുന്നുണ്ടായിരുന്നു ബാക്കിൽ തന്നെ കൂടിയിട്ട്. കാരണം വെച്ചാൽ അത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു ഇറിറ്റേഷൻ വരും. കാരണം വേറെ ഏതെങ്കിലും അടിച്ചു പോകുന്ന രീതിയിൽ തന്നെയാണ് അതിൻ്റെ ബാക്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഗെയിമാണ്, ആ ഗെയിമിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പ്രഷർ വരുന്ന രീതിയിലാണ് സംസാരമൊക്കെ. വീട്ടുകാർ പറയൽ, അച്ഛൻ്റെ പേരുണ്ട്, ഈ കരിപ്പെട്ടി എന്തോ വിൽപ്പനക്കാരനാണ് അച്ഛൻ അനുമോളുടെ. അപ്പം ആ ഒരു കരിപ്പെട്ടി എന്ന രൂപത്തിൽ അച്ഛൻ്റെ പേര് കൂട്ടിയിട്ട് വിളിക്കുക, കരിപ്പെട്ടി ഇന്ന ആളെ മകളെ ഇങ്ങോട്ടേക്ക് വാ, അതൊക്കെ പറയുമ്പം ആർക്കായാലും ഒരു ട്രിഗർ ആവും, പെട്ടെന്ന് ദേഷ്യം വരുന്ന സംഭവമാണ്. അത് ദേഷ്യം പിടിപ്പിക്കാനാണ് ഈ പറയുന്നത് എന്നത് അനുമോൾ കൃത്യമായിട്ട് അറിയാം. എന്നാലും അനുമോൾ പിന്നെ എന്താ ചെയ്തത്, ശാപം ഈ അപ്പാനി പോകാൻ വേണ്ടിയിട്ട് കുറേ നിലത്തൊക്കെ ഇങ്ങനെ കൈകൊണ്ടെല്ലാം ഇങ്ങനെ ആക്കിയിട്ട് ശപിച്ചു. കുറേ ഇങ്ങനെ കണ്ണൊക്കെ പൂട്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ശപിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അപ്പാനി അതിലൊന്നും പിന്തിരിഞ്ഞിട്ടില്ല. അപ്പാനി ബാക്കിൽ തന്നെ നടന്നിട്ട് അനുമോൾക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഒന്നും തിരിച്ചു പറയാൻ വേണ്ടിയിട്ട് അനുമോൾക്ക് സാധിച്ചിട്ടുണ്ടായില്ല. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ അപ്പാനി ശരത്ത് ഇന്ന് അനുമോൾക്ക് കൃത്യമായിട്ട് കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അനുമോൾക്ക് ഇന്നും ഈ മിണ്ടാത്ത സമയത്തും കൂടി കൃത്യമായിട്ട് ക്യാമറ സ്പേസ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പാനി ശരത്തിൻ്റെ ഈ ഒരു ബാക്കിലോട്ട് നടന്നിട്ടുള്ള പ്രയോഗത്തിൽ നടന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പാവക്കുട്ടി എല്ലാവർക്കും പ്രശ്നമാണ്. കാരണം എല്ലാവരും കരുതുന്നത് വെച്ചാൽ ഈ പാവക്കുട്ടി വളരെ വലിയ രീതിയിൽ കണ്ടന്റ് നൽകുന്നുണ്ട് എന്ന് തന്നെയാണ് എല്ലാവരുടെയും ആ ഒരു വിചാരം. അതുകൊണ്ട് തന്നെ ഈ പാവക്കുട്ടിയെ എങ്ങനെയെങ്കിലും തട്ടിയെടുക്കുക, പാവക്കുട്ടിയെ ഇതാക്കുക, അതിലൂടെ ക്യാമറ സ്പേസ് കിട്ടുക എന്ന രൂപത്തിലാണ് പലരും കളിക്കുന്നത്. ഷാനവാസ് ആയാലും ഈ അപ്പാനി ശരത്തിലൊക്കെ ഈ ഒരു പാവക്കുട്ടിയെ തട്ടിയെടുക്കുക, പാവക്കുട്ടിയെ ഉപദ്രവിക്കുക, അപ്പം അനുമോൾ ട്രിഗറാവും എന്ന രീതിയിൽ തന്നെയാണ് അവർ കളിക്കുന്നത്. അവരുടെ ഗെയിം ആ രൂപത്തിലാണ് പോകുന്നത്. പിന്നെ വന്ന വൈൽഡ് കാർഡ് എൻട്രികൾ കുറേ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന് ശേഷമാണ് പിന്നെ നമ്മളെ തൊപ്പിയെടുക്കുന്ന ഒരു ഗെയിം ഉണ്ടായത്. അപ്പം തൊപ്പി ആരുടെ തലയിൽ നിന്നാണ് ഊരിയെടുത്തിട്ട് അവരുടെ അതിൽ കൊളത്തിയാൽ മറ്റേ തൊപ്പി ഉള്ള ടീം പുറത്താവും എന്നതാണ് അതിൻ്റെ ടാസ്ക്. അപ്പോൾ ആ ടാസ്ക് വളരെ ഗംഭീരമായിട്ട് എല്ലാവരും ചെയ്തിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ ഒരു ടാസ്ക് അതിൻ്റെ ബാക്കി ഇന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ അപ്പാനി ശരത്തിൻ്റെ ടീം, അനീഷും അപ്പാനി ശരത്തിലൊക്കെ ഇല്ലേ, ആ ഒരു ടീം ആദ്യത്തെ തവണ തന്നെ പുറത്തായിട്ടുണ്ടായിരുന്നു. അവർക്ക് മത്സരിക്കാൻ പറ്റില്ല. എന്നാൽ മറ്റ് മത്സരാർത്ഥികൾ ഈ ഒരു രേണു സുധി അടക്കമുള്ള ടീം, അപ്പം രേണു സുധീൻ്റെ ഒക്കെ തലമുടിയൊക്കെ വെച്ച് അക്ബറും ഷാനവാസുമാണ് അവരുടെ ടീം. അപ്പോൾ ആ ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജിസൈലിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് പ്രത്യേകം ബിഗ് ബോസ് എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു,
കാരണം ഫിസിക്കലായിട്ട് ഒന്നും ചെയ്യാൻ പാടില്ല. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ചിട്ടാണ് ഈ തൊപ്പി എടുക്കേണ്ടത്, ബുദ്ധി ഉപയോഗിച്ചിട്ട് മാത്രം. ആ ഒരു രൂപത്തിൽ മൈൻഡ് ഗെയിമാണ് എന്ന രൂപത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാൽ എല്ലാവരും നല്ല രീതിയിൽ ഫിസിക്കൽ എല്ലാവരെയും ഉപദ്രവിക്കുകയും മാന്തുകയും പിടിച്ചു വലിക്കുകയൊക്കെ ചെയ്യുന്നു. ജിസേലിന് പരിക്കൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല. പരിക്ക് പറ്റിയിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോകുന്നതാണ് നമ്മൾ കണ്ടത്. എന്നാൽ നല്ല രീതിയിൽ പരിക്കുകൾ എല്ലാവർക്കും പറ്റിയിട്ടുണ്ട്. അക്ബറിൻ്റെ ഒക്കെ ഈ ഒരു ടീഷർട്ടൊക്കെ കീറിപ്പോകുന്ന രീതിയിൽ തന്നെയാണ് അവർ ടാസ്ക് കളിച്ചിരുന്നത്. അപ്പം എല്ലാവരും ഫിസിക്കലായിട്ട് തന്നെയാണ് ആ ഒരു തൊപ്പി ഗെയിമിനെ കാണുന്നത്. അതൊരു മൈൻഡ് ഗെയിമായിട്ട് ആർക്കും തന്നെ കളിക്കുവാൻ വേണ്ടി സാധിച്ചിട്ടില്ല. എപ്പിസോഡ് നമ്പർ 32 ഈ ഒരു കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഉണ്ടായത്. അതേപോലെ തന്നെ കണ്ടൻറ്റ് എന്ന രീതിയിൽ ഇപ്പം മസ്താനി അതേപോലെ തന്നെ ഈ നമ്മുടെ നെവിന് കുറച്ച് ടാസ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇൻ്റർവ്യൂ എടുക്കുന്ന പോലെ ഓരോ ആളെ ആക്ട് ചെയ്യുന്നുണ്ട്, അനുകരിക്കുന്നുണ്ട് നെവിൻ. അപ്പം നെവിൻ കൃത്യമായിട്ട് തന്നെ ഓരോ ആളെ അനുമോളെയാലും ജിസേലിനെയാലും ഒക്കെ അനുകരിച്ചിട്ട് ഇൻ്റർവ്യൂവിൽ വന്നിരിക്കുന്ന രൂപത്തിൽ ഒരു കണ്ടൻറ്റ് ചെയ്തിട്ടായിരുന്നു. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡ് 32 ഉണ്ടായത്. കൃത്യമായിട്ട് തന്നെ അനുമോള് ഈ ഒരു നെവിൻ എന്നിവർക്ക് ഈ ഒരു വർത്തമാനം പറയാൻ പറ്റാത്ത ടാസ്കിലൂടെയാണ് ഇന്ന് ഈ ഒരു ഷോ മുന്നോട്ട് പോയിരുന്നത്. അതിനൊപ്പം തന്നെ ഈ നെവിന് ഒരു പണിഷ്മെൻറ്റും കൂടി ബിഗ് ബോസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. പണിഷ്മെൻറ്റ് കൊടുക്കാൻ കാരണം എന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കുറേ പേര് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഉച്ചക്കൊക്കെ എല്ലാവരും ഉറങ്ങുന്നുണ്ട്. ഇതൊരു 24 മണിക്കൂർ ആളുകൾ കാണുന്ന ഒരു ഷോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ഉറക്കം കാണാനല്ല ആളുകൾ ഇരിക്കുന്നത് എന്ന രൂപത്തിൽ ബിഗ് ബോസ് നല്ല രീതിയിൽ വാർണിംഗ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ക്യാപ്റ്റൻ എന്ന രീതിയിൽ ഈ നെവിൻ അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നെവിന് ഒരു പണിഷ്മെൻറ്റ് ബിഗ് ബോസിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. 100 തവണ ഈ ഒരു കോമ്പൗണ്ടിലൂടെ ഓടി അവിടെ ഇനി ഞാൻ ഉറങ്ങില്ല എന്ന രൂപത്തിൽ ബോർഡിൽ എഴുതി വെക്കേണ്ട ഒരു ഇതും കൂടി ടാസ്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 10 റൗണ്ട് ഓടിക്കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് എന്ന രീതിയിൽ ബിഗ് ബോസ് ഇത്തവണ ഞാനൊരു 10 തവണ മതി എന്ന രൂപത്തിൽ നെവിന് ഒരു ടാസ്ക് പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് അനുവാദം കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ എപ്പിസോഡ് ഈ 32 എപ്പിസോഡിൽ ഇത്രയൊക്കെയാണ് പോയിരുന്നത്. വലിയ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഇന്നത്തെ എപ്പിസോഡ് ഇങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി മുതൽ നമ്മളെ ബിഗ് ബോസിൻ്റെ എപ്പിസോഡിൽ എല്ലാ ദിവസവും ഈ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് മുമ്പിലേക്ക് നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ കാര്യങ്ങൾ മറ്റ് വിശേഷങ്ങളൊക്കെ ഞാൻ ദിവസം അറിയിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാ തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഗുഡ് ബൈ. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.